ഫർസാനിയെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടുമുൻപ് അഫ്വാനും ഫർസാനിയും തമ്മിലുള്ള ഫോൺ സന്ദേശവും പുറത്തുവന്നു. മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഫർസാന ഇടവഴിയിലൂടെ നടക്കുന്നതിനിടയിൽ അഫ്വാൻ ഫോൺ ചെയ്ത് എവിടെയാണ് ഉള്ളത് എന്ന് തിരക്കി. വർക്ക്ഷോപ്പിനടുത്തുള്ളതായി ഫർസാന മറുപടി നൽകി. തുടർന്നാണ് ഫർസാന നടന്നു നീങ്ങിയ ഇടവഴിയിലൂടെ അഫ്വാൻ ബൈക്കിലെത്തി കൂട്ടിക്കൊണ്ടുപോകുന്നത്. നേരത്തെ ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അഫ്വാന്റെ നിർദ്ദേശത്തെ തുടർന്ന് വെഞ്ഞാറമൂട് മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് വെഞ്ഞാറമൂട് ടൗണിലേക്ക് പോകാതെ ഇടവഴിയിലൂടെ ഫർസാന കാവറയിലേക്ക് നടന്നു വരുന്നതും തൊട്ടുപിന്നാലെ അഫ്വാൻ ബൈക്കിലെത്തി പേരുമലയിലേക്ക് കൊണ്ടുപോകുന്നതുമായിരുന്നു ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിനിടെ അഫ്വാന്റെ മൊഴിയുടെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഫർസാനിയെ കൊന്നത് താൻ ചെയ്ത കൂട്ടക്കൊല ഏറ്റുപറഞ്ഞതിന് ശേഷമാണ് എന്നാണ് അഫ്വാൻ പോലീസിനോട് പറഞ്ഞത്. ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന ചോദിച്ചു. തൊട്ടുപിന്നാലെ ചുറ്റിക ഉപയോഗിച്ച് ഫർസാനയുടെയും തലക്കടിച്ചുവെന്നാണ് അഫ്വാന്റെ മൊഴി. പിതൃ സഹോദരൻ ലത്തീഫിന്റെ ഭാര്യ സാജിദയെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നില്ല. ലത്തീഫിനെ കൊന്ന വിവരം പുറത്തറിയുമെന്നതിനാലാണ് കൊല്ലേണ്ടി വന്നത് എന്നും അഫ്വാൻ പറയുന്നു. മാതാവ് ഷെമിയെ നിരന്തരം കുറ്റപ്പെടുത്തിയത് സഹിക്കാൻ കഴിയാത്തതിനാലാണ് അമ്മൂമ്മയെ കൊലപ്പെടുത്തിയത് എന്ന് അഫ്വാന്റെ മൊഴിയിലുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഉമ്മയാണെന്ന് അമ്മൂമ്മ എപ്പോഴും കുറ്റപ്പെടുത്തുമായിരുന്നു. ഉമ്മയാണ് എല്ലാറ്റിനും കാരണമെന്നായിരുന്നു കുറ്റപ്പെടുത്തൽ. ഉമ്മയെ കുറ്റപ്പെടുത്തുന്നത് തനിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഇതേ ചൊല്ലി അമ്മൂമ്മയുമായി സ്ഥിരം വഴക്കിട്ടിരുന്നു. രാവിലെ ഉമ്മയെ ആക്രമിച്ച ശേഷം നേരെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയത് ഇതുകൊണ്ടാണ്. ഉമ്മ മരിച്ചുവെന്നാണ് കരുതിയത്. അമ്മൂമ്മയുടെ വീട്ടിലെത്തിയ ഉടൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു. അമ്മൂമ്മയുമായി സംസാരിക്കാൻ നിന്നില്ല. തുടർന്ന് 1.5 പവന്റെ മാലയെടുത്ത് തിരികെ പോന്നു. ഈ മാല പണയം വെച്ച് 74,000 രൂപ വാങ്ങി. 40,000 രൂപ കടം വീട്ടിയ ശേഷം നേരെ ബാപ്പയുടെ സഹോദരന്റെ വീട്ടിലേക്കാണ് പോയത്. അമ്മൂമ്മയുടെ വീട്ടിൽ അഫ്വാൻ ചിലവഴിച്ചത് വെറും 9 മിനിറ്റ് മാത്രമാണ് എന്നും മൊഴിയിൽ പറയുന്നുണ്ട്. അഫ്വാന്റെ അറസ്റ്റിന് മുമ്പ് നടന്ന ചോദ്യം ചെയ്യലിൽ പാങ്ങോട് CIയോടായിരുന്നു അഫ്വാന്റെ ഈ വെളിപ്പെടുത്തലുകൾ. സംഭവ ദിവസം രാവിലെ അമ്മ ഷെമിയെ കഴുത്തിൽ ഷാൾ മുറുക്കി ആക്രമിച്ചതിന് ശേഷമാണ് അഫ്വാൻ വീട് പൂട്ടി ബൈക്കിൽ വെഞ്ഞാറമൂട്ടിലെ കടയിലെത്തി ചുറ്റിക വാങ്ങിയിരിക്കുന്നത്. അമ്മ മരിച്ചെന്ന് കരുതിയാണ് അഫ്വാൻ വീട് വിട്ടത്. തുടർന്ന് പാങ്ങോടെത്തി ചുറ്റിക ഉപയോഗിച്ച് അമ്മൂമ്മയെ വകവരുത്തി. എസ്എൻപുരത്ത് പോയി പിതൃ സഹോദരനെയും ഭാര്യയെയും കൊന്നതും ഇതേ ചുറ്റിക ഉപയോഗിച്ചു തന്നെ. തുടർന്ന് ഫർസാനിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് മുകളിലത്തെ മുറിയിൽ വെച്ച് ചുറ്റികയ്ക്കടിച്ച് വകവരുത്തി. കുഞ്ഞനുജനെയും ഇതേ ചുറ്റികയ്ക്കാണ് അടിച്ചിരിക്കുന്നത്. ഇതിനിടെ അമ്മയുടെ നിരക്കം കേട്ട് അഫ്വാൻ അവരെയും ചുറ്റിക ഉപയോഗിച്ച് വീണ്ടും അടിച്ചിരിക്കാമെന്നാണ് പോലീസ് കരുതുന്നത്. ചികിത്സയിൽ കഴിയുന്ന അമ്മ ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ. കൂട്ടക്കൊലയ്ക്ക് പ്രേരണയായത് കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത തന്നെയാണ് എന്നാണ് പോലീസിന്റെ ഇപ്പോഴുള്ള നിഗമനം. പലതവണയായി അഫ്വാൻ പോലീസിന് നൽകിയ മൊഴിയും ഇതാണ് വ്യക്തമാക്കുന്നത്. അഫ്വാന്റെ ഫോൺ സംഭാഷണങ്ങളും ചാറ്റ് ഹിസ്റ്ററിയും ബാങ്ക് രേഖകളും ശേഖരിച്ച പോലീസ് പണം കടം നൽകിയവരെ കണ്ടെത്തി കേസിൽ സാക്ഷികളാക്കിയിട്ടുണ്ട്. ഒരു കടം തീർക്കാൻ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങി മറിക്കുന്ന രീതിയിലായിരുന്നു അടുത്ത കാലത്തായി അഫ്വാന്റെയും കുടുംബത്തിന്റെയും ജീവിതം മുന്നോട്ടു പോയത്. ആർഭാടത്തിനും ആഡംബര ജീവിതത്തിനുമായി നടത്തിയ പണമിടപാടുകളാണ് ഇതിനെല്ലാം കാരണമെന്നും അന്വേഷണ സംഘം കരുതുന്നു. പിതാവിന്റെ വിദേശത്തെ ബാധ്യത കൂടാതെ അഫ്വാനും ഉമ്മയും സഹോദരനും അടങ്ങിയ കൊച്ചു കുടുംബത്തിന് 65 ലക്ഷം രൂപയുടെ കടമുണ്ട്. ബന്ധുക്കളും നാട്ടുകാരുമായി 13 പേരിൽ നിന്ന് ലക്ഷങ്ങൾ കടം വാങ്ങി. കൂടാതെ 12 ലക്ഷം രൂപ കിട്ടിയ 2 ചിട്ടികളുടെ അടവും മുടങ്ങി. പണം കടം വാങ്ങി തിരിച്ചു മറിച്ചു നൽകിയാണ് പിടിച്ചുനിന്നത്. എന്നാൽ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് അറിഞ്ഞതോടെ പലരും പണം നൽകാതെയായി. ദിവസവും പണം തിരികെ ആവശ്യപ്പെട്ട് ആളുകൾ എത്തിത്തുടങ്ങിയതോടെ അഫ്വാൻ അസ്വസ്ഥനായിരുന്നു. പണമില്ലാത്തതിനാൽ പിതാവിന് നാട്ടിലെത്താൻ സാധിക്കുന്നില്ല എന്ന തിരിച്ചറിവും അസ്വസ്ഥനാക്കി. നേരത്തെ പണയം വെച്ച ബുള്ളറ്റ് ബൈക്ക് തിരിച്ചു വാങ്ങിയിട്ടില്ല. വീട്ടിലുണ്ടായിരുന്ന കാർ ആദ്യം 2.5 ലക്ഷം രൂപയ്ക്ക് പണയം വെക്കുകയും പിന്നീട് 4 ലക്ഷം രൂപയ്ക്ക് വിറ്റ് അതിൽ 1 ലക്ഷം രൂപ സൗദിയിലുള്ള പിതാവിന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. സംഭവ ദിവസം വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 14,000 രൂപ കടമെടുത്താണ് ഉറ്റവരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധമായ ചുറ്റിക വാങ്ങിയത്. ഫർസാനയ്ക്ക് മുക്കുപണ്ടം പകരം നൽകി വാങ്ങിയ സ്വർണമാല പണയം വെച്ച 90,000 രൂപയുടെ കടബാധ്യതയുമുണ്ട്. ഫർസാന ഇത് തിരികെ ചോദിച്ചതും അക്കാര്യം അവളുടെ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകുമെന്നതും ഫർസാനിയെ കൊല്ലാൻ കാരണമായിട്ടുണ്ടാകാമെന്നും പോലീസ് സംശയിക്കുന്നു. അർബുദരോഗബാധിതയായ ഷെമിയുടെ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത അവസ്ഥ വന്നതോടെ കൂട്ട ആത്മഹത്യയ്ക്ക് കുടുംബം ആലോചിച്ചിരുന്നുവെന്നും വിവരമുണ്ട്. എന്നാൽ ഷെമിക്ക് ആത്മഹത്യ ചെയ്യാൻ ഭയമായിരുന്നു.
തുടർന്ന് എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. അർബുദ രോഗബാധിതയായ ഉമ്മയ്ക്കും അനുജനും താനില്ലാതെ ജീവിക്കാനാകില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്തിയത് എന്നും അഫാന്റെ മൊഴിയിലുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് പണം ചോദിച്ചിട്ട് തരാത്തതും ഉമ്മയോടുള്ള ദേഷ്യത്തിന് ആക്കം കൂട്ടി. പണയം വെക്കാൻ സ്വർണം തരാത്തതായിരുന്നു വല്യുമ്മയെ കൊലപ്പെടുത്താൻ കാരണം. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കല്യാണം കഴിച്ച് എങ്ങനെ ജീവിക്കുമെന്ന് പിതൃസഹോദരൻ ലത്തീഫ് ചോദിച്ചതാണ് അദ്ദേഹത്തെ കൊല്ലാനുള്ള കാരണമായി അഫാൻ പറയുന്നത്. അതിനിടെ അഫാന്റെ പിതാവ് റഹീം ഇന്ന് കേരളത്തിലെത്തി. യാത്രാരേഖകൾ ശരിയായതോടെയാണ് ഇദ്ദേഹം എത്തിയത്. മരിച്ചവരെ അവസാനമായൊന്ന് കാണാൻ നാട്ടിലെത്താൻ പോലും കഴിയാത്ത പ്രതിസന്ധിയിലായിരുന്നു അഫാന്റെ അച്ഛൻ റഹീം. ഇഖാമ കാലാവധി കഴിഞ്ഞ് 2.5 വർഷമായി സൗദിയിൽ യാത്രാവിലക്ക് നേരിടുകയായിരുന്നു. സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ടാണ് ഇദ്ദേഹത്തെ നാട്ടിലെത്തിച്ചത്.